ഇതാ ജോർജ് കുട്ടിയല്ലേ? അതെ അതെ. കണ്ടിട്ടൊരു പാവത്താനാണ് തോന്നുന്നു. ഇയാൾക്കെതിരെയുള്ള കേസ് എവിടെ വരെ ആയി? പാവത്താൻ സത്യം എത്ര അവർക്കറിയാം? അത് അറിഞ്ഞവരൊക്കെ ഞെട്ടിയിരിക്കേ. ഞാൻ വെറും ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം, അതാണ് എന്റെ കുടുംബം. അതിനപ്പുറത്തേക്കൊരു ലോകം ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ല. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥി വന്നു. ഞങ്ങളുടെ കുടുംബം ശിഥിലമാക്കാൻ കെൽപ്പുള്ള ഒരു അതിഥി. എന്റെ മോളുടെ ജീവിതം നശിപ്പിക്കരുത്, ഞങ്ങളുടെ കുടുംബം തകർക്കരുത്, ഞങ്ങളെ ഉപദ്രവിക്കരുത്. ഞങ്ങളുടെ യാചനകളൊന്നും അവൻ ചെവിക്കൊണ്ടില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന വെപ്രാളത്തിൽ പറ്റിയ ചെറിയൊരു കയ്യബദ്ധം. ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന ഉറപ്പോടെ എന്നേക്കുമായി ആ അതിഥിയെ ഞങ്ങൾ മടക്കി അയച്ചു. മനഃപൂർവ്വം അല്ലെങ്കിൽ കൂടി നിങ്ങളുടെ ചില സ്വപ്നങ്ങൾ ഞങ്ങൾ തകർത്തു. കാലിൽ വീണ് മാപ്പ് ചോദിക്കണമെന്ന് ഞങ്ങളും ആഗ്രഹിച്ചിരുന്നു. മനസ്സിലത് 100 ആവർത്തി ചെയ്തു കഴിഞ്ഞു. അല്ലാതെ ഞങ്ങളെ കൊണ്ടാവില്ലല്ലോ. എല്ലാവർക്കും എന്ന പോലെ എനിക്കും എന്റെ കുടുംബം വലുതാണ്. അത് തകരാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യും? അവിടെ എന്റെ മുന്നിൽ ശരികൾ മാത്രമേ ഉള്ളൂ. ഞങ്ങളോട് പൊറുക്കണം. ഇതിലെ ശരിയും തെറ്റും ആർക്കും നിർവചിക്കാൻ സാധിക്കില്ല. മനുഷ്യ സഹജമായ സ്വാർത്ഥതയാണിത്. നമുക്ക് പ്രിയപ്പെട്ടതെല്ലാം നമുക്ക് വലുതാണ്. മറിച്ച് ചിന്തിച്ചാൽ ജീവിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നമുക്കിത് സൗകര്യപൂർവ്വം മറക്കാം. ജോർജുട്ടെ, ആ ബോഡി എന്നാ മാറ്റിയത്? ആ കാറ് മാറ്റിയിട്ട് വന്ന ഞായറാഴ്ച രാത്രി. എങ്ങോട്ടാ മാറ്റിയത്? ആ രഹസ്യം ഈ ഭൂമിയിൽ രണ്ടാമതൊരാൾ അറിയില്ല. അതെന്നോടൊപ്പം മണ്ണിൽ അലിഞ്ഞില്ലാതാകും. അതിലാണ് നിങ്ങളുടെ സുരക്ഷ.